നമ്മൾ പോകാൻ നേരത്ത് നമ്മുടെ വണ്ടി ഇവരുടെ ഗോഡൗണ്ട് അത് ഗേറ്റ് ഇട്ടിട്ടാണ് പോയത്. ഞാൻ വന്നപ്പോൾ തന്നെ അവർ ഗേറ്റ് കൂട്ടി കിടന്നു പോയി. ഹലോ ഗേസ്, എല്ലാവർക്കും ഷെഫ് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സംഭവം പിന്നെയും പെട്ടു. ഇന്ന് ലോഡിറക്കി തീർന്നില്ല. ആദ്യം പറയാം, എറണാകുളത്ത് ലോക്കായി പോയിട്ടോ. വണ്ടിയിൽ നിന്ന് ലോഡിറക്കാത്തുണ്ട്. അവിടെ നിന്ന് ഇച്ചിരി ഫുഡൊക്കെ മേടിക്കാൻ വേണ്ടി ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിക്കോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ളതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. നമ്മൾ വണ്ടി എടുത്തിട്ട് പോവാം. എൻ്റെ പൊന്നടാവേ, ഉണ്ടല്ലോ കഷ്ടപ്പെട്ട് ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഉണ്ടല്ലോ ചെറിയൊരു പണി കിട്ടി. നമ്മൾ പോകാൻ നേരത്ത് നമ്മുടെ വണ്ടി ഇവരുടെ ഗോഡൗണ്ട് അത് ഗേറ്റ് ഇട്ടിട്ടാണ് പോയത്. ഞാൻ വന്നപ്പോൾ തന്നെ അവർ ഗേറ്റ് കൂട്ടി കിടന്നു പോയി. ഇനി എന്ത് ചെയ്യും? ഇനി ഒരു രക്ഷയില്ല, മതിൽ കാണണം. അങ്ങനെ നമ്മൾ മതിലാടി വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടോ. ഇനി കുറച്ച് പരിപാടികളുണ്ട്. ഫുഡ് കഴിക്കണം, ഒന്ന് ഫ്രഷ് ആവണം, കുളിക്കണം, അങ്ങനെ അല്ലറ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിട്ട് ഒരു 3 ചപ്പാത്തി ഒരു ചിക്കൻ റോസ്റ്റും മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. അത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ കയറി കിടക്കും കേട്ടോ. നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ആൾ വരാമെന്ന് പറയണേ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങും കേട്ടോ. രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റു. ഇവിടെ അടുത്ത് ബാത്റൂം ഉണ്ടായിരുന്നു ഇവരെ ഗോഡൗണിൽ. അതുകൊണ്ട് അവിടെ പോയി കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി, എല്ലാം റെഡിയായി. ഇനി വേറെ പ്രത്യേകിച്ച് ഇന്ന പരിപാടികളൊന്നുമില്ല. ഇന്ന് തന്നെ ലോഡർക്ക് തീരും. ലോഡർക്ക് കഴിഞ്ഞാൽ നേരെ വീട്ടിട്ട് പോകണം. അതാണ് നമ്മുടെ പ്ലാൻ. ഇവിടെ അപ്പടി പൈപ്പും അതുപോലെ തന്നെ ടാങ്കും സംഭവങ്ങളൊക്കെയാണ്. ഇന്നലെ ഇവിടെ കേട്ടോ നമ്മൾ കിടന്നുറങ്ങിയത്. ആ ഗേറ്റാണ് അവർ പൂട്ടിക്കൊണ്ട് പോയി. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. അതിൻ്റെ ഇതേ മതിൽ ചാടി ഇന്നലെ വണ്ടിയുടെ ഉള്ളിൽ കയറിയത്. രാവിലെ ഒരു ചായ കുടിക്കാൻ പോലും പറ്റിയില്ല. അവർ വന്ന് ഗേറ്റ് തുറന്നിട്ട് വേണം. അപ്പം രാവിലെ തന്നെ മതിൽ കാണാൻ പറ്റില്ല. ഇനി ആരെങ്കിലും മതിൽ കാണാൻ കണ്ട കള്ളനാന്നും പറഞ്ഞ് ഇനി അടുത്ത സീൻ ഉണ്ടാക്കിയ അതും വലിയ വിഷയം. അതുകൊണ്ട് മതിൽ ചാടാണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. തൊട്ടപ്പുറത്തൊരു ചെറിയ ചായക്കടയാണ്. അവിടെ പോയി ഒരു ചായയൊക്കെ കുടിക്കണം. ഇവർ ഒന്ന് ഗേറ്റ് തുറന്നിട്ട് വേണം അടുത്ത പരിപാടി. നമ്മളെവിടെ പരിപാടി വിളിച്ചാലും ഇതാണുള്ള അവസ്ഥ എന്ന് ആലോചിക്കണേ. സമയം 9:45 നിലവിൽ ഇതുവരെ വന്നിട്ടുള്ള ലോഡ് ഇറക്കാനുള്ള ആൾക്കാർ. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാലേ വണ്ടി നാഷണൽ പെർമിറ്റൊക്കെ ഓടിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ തന്നെ ഇപ്പോൾ വീട്ടിൽ നിന്ന് വന്നിട്ട് 15 ദിവസമായി. ഈ വഴിയിലും വണ്ടിയിലും ഒക്കെ ഇങ്ങനെ കിടന്ന് എന്താ ചെയ്യാറേ. ഇനിയിപ്പോൾ വന്നാൽ തന്നെ മേളിലുള്ള പടതയെല്ലാം ഊരിക്കെട്ടി ചില്ലറ പണിയല്ല. അങ്ങനെ ഒത്തിരി നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഗോഡൗണിൽ ഗേറ്റ് തുറക്കാൻ ആൾ വന്നു കേട്ടോ. അങ്ങനെ ഗേറ്റൊക്കെ തുറന്നു. ഇനിയിപ്പോൾ യൂണിയൻകാർ വരാൻ എപ്പോൾ വരും ദൈവത്തിനറിയാം. ഇനി അവർ വന്നിട്ട് വേണം വണ്ടിയിൽ ലോഡൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പണി തുടങ്ങി കേട്ടോ. നമ്മൾ മേളിൽ കയറി കയറഴിക്കുക. രാവിലെ തന്നെ കിളി പോയി ഗൈസ്. നൈലോൺ പടത ഒറ്റയ്ക്കും മടക്കുവാന്ന് പറഞ്ഞാണല്ലോ ചില്ലറ പാടല്ല. പടത വലിച്ചിങ്ങനെ ആക്കി ഇനി ക്യാബിന് കയറണം. അങ്ങനെ നമ്മൾ 3 പടത ഉണ്ടായിരുന്ന മടക്കി വെച്ചു കേട്ടോ. ചെറിയ മഴ വേണ്ട, വണ്ടി ഷെഡിട്ടൊന്ന് കയറ്റിയിട്ടെ. നമ്മൾ വണ്ടിയിലെ 3 ടാർപ്പായുണ്ടായിരുന്നു. 3 പടത നമ്മൾ അഴിച്ചു കേട്ടോ. അവസ്ഥ ഉണ്ടോ, 3 പടത അഴിച്ചപ്പോൾ തന്നെ നമ്മുടെ കിളി പോയി. ഈ നൈലോൺ പടതയ്ക്ക് ഭയങ്കര വെയിറ്റാണ്. ഒറ്റയ്ക്ക് പടത വലിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ, ഒറ്റയ്ക്ക് പടത മടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. പടത മൊത്തം അഴിച്ചു സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ യൂണിയൻകാരെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഒരു ലോറി ലൈഫിൻ്റെ കഷ്ടപ്പാടുകൾ. ഇതുണ്ടോ, കൈയൊക്കെ വിറയ്ക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. കഴിക്കാണ്ട് തന്നെ വണ്ടിയുടെ മേലിട്ട് കയറി 3 പടത മടക്കിയപ്പോഴത്തേനുണ്ടല്ലോ കയ്യും കാലും മേലൊക്കെ വിറച്ചിട്ട് ഇറങ്ങിപ്പോന്നേ. ഇനി എവിടെയെങ്കിലും പോയി ചായ കുടിക്കണം, അല്ലെങ്കിൽ ചത്തു. സമയം 12 മണിയായിട്ടോ. നമ്മുടെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞതുണ്ടോ നമ്മുടെ വണ്ടി കാലിയായി. എല്ലാ സാധനം ഇറക്കി വണ്ടി ഫ്രീ ആയിട്ടോ. നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ചെറിയ പണിയുണ്ട്, ലൈൻഡർ അടിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് അല്ലറ പരിപാടികൾ ഉണ്ടാക്കാൻ തീർക്കണം അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി കിടക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ.